വിനയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിനയൻ, വെരി ഗുഡ് മോർണിംഗ്. കത്ത് ഞാൻ വായിച്ചു. കത്ത് പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുകയും കൂടി ചെയ്തു. ഒട്ടും താമസമില്ലാതെ ഇക്കാര്യങ്ങളിൽ നമ്മൾ താമസം നമുക്ക് വേണ്ടല്ലോ. MLA ആയ മുകേഷിനെ ഈ ആരോപണ വിധേയനായ സാഹചര്യത്തിൽ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് പുറത്താക്കണം എന്ന ആവശ്യം ഇപ്പോൾ പാർട്ടി തന്നെ എടുത്തിട്ടുണ്ട്. ഒഴിയണം എന്നതാണ് പാർട്ടിയുടെ നിലപാട്. ഈ വിഷയത്തിൽ ഷാജീൻ കരുണും പരോക്ഷമായി ഒഴിയുന്നതാണ് നല്ലത് എന്ന് അഭിപ്രായം രേഖപ്പെടുത്തി. താങ്കൾ ബി ഉണ്ണികൃഷ്ണനും ഒഴിയണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ബി ഉണ്ണികൃഷ്ണന് ധാർമ്മികമായി ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ തുടരാൻ അവകാശമില്ല എന്നാണ് താങ്കളുടെ നിലപാട്. ഒന്ന് വ്യക്തമാക്കാമോ? എന്റെ നിലപാട് ഞാൻ എഴുതിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ശ്രീ അരുണ് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. കാരണം സുപ്രീം കോടതി കോമ്പറ്റീഷൻ കമ്മീഷന്റെ ശിക്ഷ ശരിവെച്ചുകൊണ്ട് 2020 ഇറക്കിയ വിധിന്യായത്തിന്റെ പകർപ്പ് ഞാൻ CM-ന് അയച്ചു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് നമ്മളിവിടെ പ്രസക്തമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതിന്റെ 137 മുതൽ 141 വരെയുള്ള പേജുകളിൽ വളരെ കൃത്യമായിട്ട് ഇത് പ്രതിപാദിക്കുന്നുണ്ട്. എന്നെ 12 വർഷത്തോളം സിനിമ ചെയ്യാതെ വിലക്കി നിർത്തിയ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടാക്കിയതിന്റെ മുന്നിൽ ഈ ഫെഫ്ക സംഘടനയും അടച്ചിട്ടുണ്ട് ഫൈന്. ഫെഫ്ക ജനറൽ സെക്രട്ടറിയും ഫെഫ്കയുടെ പ്രസിഡന്റും അടച്ചിട്ടുണ്ട്. അങ്ങനെ നീതിപരമല്ലാത്ത അല്ലെങ്കിൽ നിഷ്പക്ഷതയില്ലാത്ത ഒരു പ്രവർത്തനം നടത്തിയ വ്യക്തി ആ നയരൂപീകരണത്തിൽ കയറിയിരുന്നാൽ എന്തായിരിക്കും ഉണ്ടാകുക? ഞാനും 10-40 സിനിമ ചെയ്ത ഒരു വ്യക്തിയാണ്, 6-7 സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരു വ്യക്തിയാണ്. അത് ഞാൻ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ കുറ്റാരോപിതനെന്നല്ല നമ്മൾ പറയുക, ഇതിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി എന്ന നിലയ്ക്കാണ്. അങ്ങനെ കുറ്റക്കാരന് അന്യായമായ മത്സരം നടത്തി ഈ സിനിമയിൽ തന്നെ രഹസ്യ വിലക്കിന് തന്നെ കാരണക്കാരനായ ഒരാളെ ഇതേ വിഷയം തന്നെ പഠിക്കുകയും ഇതേ വിഷയത്തിൽ കോൺക്ലേവ് നടത്തുകയും ചെയ്യുന്ന സമിതിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നതാണ് താങ്കളുടെ നിലപാട്. തീർച്ചയായിട്ടും അത് ന്യായമല്ലേ? ഞാൻ എന്തെങ്കിലും യഥാർത്ഥത്തിൽ 2020 സുപ്രീം കോടതി വിധി വന്നപ്പോൾ തന്നെ സർക്കാർ ഈ തൊഴിൽ നിഷേധങ്ങൾക്കെതിരെ ശക്തമായൊരു നടപടി എടുക്കേണ്ടതായിരുന്നു. സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് നരിമാനധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണത് ഇവരുടെ അപ്പീൽ തള്ളിക്കൊണ്ട് ആ വിധി അക്സെപ്റ്റ് ചെയ്തത്. എന്നിട്ട് അന്ന് ഇതൊരു ഒരു സർക്കാർ എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ എന്താണ് ഈ നടക്കുന്നത്, വലിയ സംഘടനയായ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും ഒക്കെ വലിയ തുക ഫൈൻ അടിച്ച ഒരു കേസാണിത്. അപ്പൊ എന്നിട്ട് അന്ന് ഓക്കെ മീഡിയയിലൊക്കെ വന്നിട്ട് ആരും എന്നെ ഇവിടെ അന്വേഷിച്ചു പോലും ഇല്ല. അവരൊരു നടപടി എടുത്തോ? അതുമില്ല. അല്ലെ അമ്മയെ വിളിച്ച് ചോദിക്കുക, ഇങ്ങനെ 4 ലക്ഷം രൂപ നിങ്ങൾക്ക് സുപ്രീം കോടതി ഫൈൻ അടിച്ചിരിക്കുന്നു, എന്താണ് ഈ വ്യക്തിയോട് നിങ്ങൾ ചെയ്തത്? സർക്കാരോട് ചോദിക്കാൻ ബാധ്യസ്ഥരല്ലേ? ഉണ്ടായില്ല. ഇപ്പൊ ഞാനിത് കൊടുക്കാൻ കാര്യം, ഇദ്ദേഹം തന്നെ ഇവരൊക്കെ തന്നെ ഇങ്ങനെ ഇതിനെ നയിക്കുകയാണെങ്കിൽ, ഇവരൊക്കെ തന്നെയാണ് ഇങ്ങനെ നേതൃത്വത്തിൽ പോകുന്നെങ്കിൽ, നമ്മളെ കണക്കുള്ള ചെറിയ വിമർശനങ്ങൾ നടത്തുകയോ കാര്യങ്ങൾ തുറന്നു പറയുകയോ ഒക്കെ ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഫെഫ്ക ഒരു അതിജീവിതർക്ക് സഹായം നൽകാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് വിനയൻ. ഞാനിതിനെ അല്പ സംശയത്തോടു കൂടിയാണ് കാണുന്നത്. എനിക്കറിയില്ല അതിനെ എങ്ങനെ സമീപിക്കണം എന്ന്. ഞങ്ങളുടെ പ്രതിനിധിയോട് ചോദിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത് ഒരു സെറ്റിൽമെൻറ്റിനുള്ള സാധ്യത എന്ന നിലയിലാണ്. നമ്മൾ ഫെഫ്കയെ പൂർണ്ണമായും തള്ളുന്നില്ലെങ്കിൽ പോലും ഫെഫ്ക ഇതുവരെയും മൗനമായിരുന്ന ഫെഫ്ക ഈ വിഷയത്തിൽ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഈ ഘട്ടത്തിൽ അതിജീവിതർക്ക് വേണ്ട നിയമസഹായമായി എത്തും. മാറിയൊരു ഫെഫ്കയാണോ നമ്മൾ കാണുന്നത്? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? ഇപ്പോൾ അതിജീവിതകളെ സഹായിക്കുന്നു എന്ന് പറയുന്നത് അവർ സഹായിക്കട്ടെ, നല്ല കാര്യം തന്നെ. പക്ഷെ ഇതൊക്കെ ഞാൻ പറയുന്നത്, ഇത്തരം പ്രവർത്തനങ്ങൾ സത്യസന്ധമായിരിക്കണം. അതിനകത്ത് തന്നെ ചില എതിരഭിപ്രായങ്ങൾ അതിനകത്തുള്ള മെമ്പർമാർ തന്നെ ഞാൻ ഒരുമിച്ച് പ്രവർത്തിച്ചതാണല്ലോ ഈ പറയുന്ന സുഹൃത്തുക്കളുമായിട്ടൊക്കെ. ഞാനുണ്ടാക്കിയ മൈക്രോ ഫെഡറേഷന്റെ അതേ ബൈലോ വെച്ച് 2008 എന്നെ പുറത്താക്കിയിട്ട് അവരുണ്ടാക്കിയ ഈ സൂപ്പർ താരങ്ങൾക്ക് വേണ്ടി അവരുണ്ടാക്കിയ സംഘടനയാണല്ലോ ഫെഫ്ക. അതിലെ തൊഴിലാളികൾക്ക് എന്നെ അറിയാമല്ലോ. അപ്പൊ അവരെന്നോട് പറയാറുണ്ട് അതിനകത്ത് ഭിന്നാഭിപ്രായമൊക്കെ ഉണ്ട്. എനിവേ ഇപ്പൊ ഈ 16 വർഷമായിട്ട് അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ് ബി ഉണ്ണികൃഷ്ണൻ. ബി ഉണ്ണികൃഷ്ണൻ ഇരുന്നോട്ട്, നല്ല കാര്യം. പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവരെ വിലക്കുകയും അവർക്കെതിരായിട്ടുള്ള നരേഷൻ ഉണ്ടാക്കുകയും അവർക്കെതിരെ അവരെ പറ്റി ആ സംഘടനയിൽ, ഇപ്പൊ എന്നെ പറ്റിയൊക്കെ ആ സംഘടനയിൽ തന്നെ മോശമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ പുള്ളി കൈ കൊടുക്കും. അല്ലെങ്കിൽ എന്നെ പറ്റി മോശമായിട്ട് പറയണമെന്ന് ആൾക്കാരോട് ഇൻസിസ്റ്റ് ചെയ്യും. എന്തിനാണ് ആ വൈരാഗ്യം? ഞാൻ എൻ്റെ വഴിയെ പോവുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്, ഉണ്ണികൃഷ്ണൻ അവിടെ ഈ നയരൂപീകരണത്തിലൊക്കെ വന്നാൽ അത് നീതിയുക്തമായ രീതിയിലായിരിക്കില്ല പോണത് എന്നാണ് എൻ്റെ പരാതി. അത് ഈ പവർ ഗ്രൂപ്പിന്റെ ഒരു സൂത്രധാരൻ ബി ഉണ്ണികൃഷ്ണനാണെന്നൊരു ആരോപണം താങ്കൾക്കുണ്ടോ വിനയൻ? അങ്ങനൊന്നുമില്ല. പവർ ഗ്രൂപ്പിന്റെ സൂത്രധാരനാകാനുള്ള സംഭവമൊന്നും പുള്ളിയില്ല. അദ്ദേഹത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് 2008 വരെ പ്രവർത്തിച്ചാണ് 2-3 വർഷം. അദ്ദേഹത്തെ അവർ ഉപയോഗിക്കുന്നു, അതിന് പുള്ളി കൊള്ളാം, അത്രയേ ഉള്ളൂ.
അത്ര അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. അതായത് പവർ ഗ്രൂപ്പിനോടൊപ്പം നിൽക്കുന്നു ബി ഉണ്ണികൃഷ്ണൻ. പവർ ഗ്രൂപ്പിൽ പെടാനോ പവർ ഗ്രൂപ്പിന്റെ സൂത്രധാരനോ ആവാനുള്ള യോഗ്യതയില്ലെങ്കിലും പവർ ഗ്രൂപ്പിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് തുള്ളുന്നു. ആഗ്രഹത്തിനൊപ്പം നിന്ന് ഇപ്പൊ എന്നെ കണക്കുള്ള ആൾക്കാരെയൊക്കെ എങ്ങനെ തൊഴിൽ നിഷേധിക്കാം, എങ്ങനെ ഇല്ലാതാക്കാം എന്നൊക്കെ ഉള്ള ഇനി ഞാൻ മുന്നിൽ നിൽക്കാം, നിങ്ങൾ എന്നെ വേണ്ട രീതിയിൽ കണ്ടാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം കൂടി തുറന്നു ചോദിക്കട്ടെ ശ്രീവിനയൻ, ഇപ്പോൾ ഈ അതിജീവിതർക്ക് സഹായമായി ഈ ഫെഫ്ക എത്തുന്നത് അതിനെ നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ? ഞാൻ അത്തരം പോസിറ്റീവായിട്ട് അത്തരം വിഷയങ്ങളെ കാണുന്ന ഒരാളാണ് അരുണെ. അത് നമുക്ക് പിന്നീട് തീരുമാനിക്കാന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ അത് നല്ല കാര്യമായിട്ട് തന്നെ, കാരണം ഫെഫ്ക എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയാണ്. ഞാനൊക്കെ ഈ മാക്ട ഉണ്ടാക്കുമ്പോൾ ആദ്യം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള യൂണിയനാണ് ഉണ്ടാക്കിയത്, അവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവം. പക്ഷെ ആ ഒരു യൂണിയനെ 1.5 വർഷം കൊണ്ട് പൊട്ടിച്ച് തകർത്ത് ഈ സൂപ്പർ സ്റ്റാറുകൾക്ക് വേണ്ടി യൂണിയൻ ഉണ്ടാക്കിയവരല്ലേ ഇവര്. അതുകൊണ്ട് നമുക്ക് നോക്കി കാണാം ഇതെങ്ങനെ ഉണ്ടെന്ന്. ശരി വിനയൻ, എന്തായാലും പോരാട്ടത്തിനൊപ്പമുണ്ട്. താങ്കളുടെ കത്ത് നമ്മൾ കണ്ടു, വളരെ പെട്ടെന്ന് തന്നെ വാർത്തയുമാക്കിയിട്ടുണ്ട്. താങ്ക് യു ശ്രീ വിനയൻ.